നിങ്ങൾ നോക്ക്, മുസ്തഖീമായ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്കൊന്നും പേടിക്കാനില്ല. ഒരു ഉദാഹരണം പറയാം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആമുഖങ്ങൾ ആവശ്യമില്ലല്ലോ. ആ മഹാനുഭാവൻ അന്വേഷിച്ച് റോം ചക്രവർത്തിയുടെ ദൂതൻ മദീനയിൽ വരികയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി വന്നതാണ്. വന്നിട്ട് ചോദിച്ചു, ഐന ഖസ്റുൽ ഖലീഫ, ഖലീഫയുടെ കൊട്ടാരം എവിടെ? ജനങ്ങൾ പറഞ്ഞു, ഖലീഫക്ക് അങ്ങനെ കൊട്ടാരമൊന്നുമില്ല. അവര് വീട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഒരു ചെറിയ വീട്, അതിൽ കുടുംബസമേതം താമസിക്കുന്ന വീടാണ്. അന്നത്തെ സൗകര്യങ്ങൾക്കനുസരിച്ചുള്ള വീട്. അവിടെ ചെന്ന് നോക്കി. അവിടെ ഉമർ റളിയല്ലാഹുവിനെ കണ്ടില്ല. കണ്ടാൽ അറിയുന്ന ആളാണ്. പലയിടത്തും കറങ്ങി നോക്കി. അങ്ങനെ ഇനി എവിടുന്നെങ്കിലും കാണുമായിരിക്കുമെന്ന് കരുതി അങ്ങനെ നടക്കുമ്പോൾ മദീനയിലെ മരുപ്പറമ്പിൽ ആരാരുമില്ലാത്ത ഒരു സ്ഥലത്ത് നല്ല തണലുള്ള മരത്തിന്റെ ചുവട്ടിൽ ആ വലിയ ഖലീഫയായ മഹാമനീഷി കിടന്നുറങ്ങുകയാണ്. വിരിപ്പും പുതപ്പും തലയിണയും എല്ലാം മരുഭൂമി തന്നെയാണ്. ചളിയാകുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ, എണീറ്റൊന്നും തട്ടിയാൽ അത് പോയി. മരുഭൂമിയിൽ അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ റോം ചക്രവർത്തിയുടെ ദൂതൻ ചിന്തിക്കുന്നു, എത്രമാത്രം വലിയ ധൈര്യം! അംഗരക്ഷകർ ഒരാളും ഇല്ല, കാവൽക്കാരാരുമില്ല. എന്തെങ്കിലും ഒരു ധൈര്യത്തിന് വേണ്ടി ഒരു വടിയോ അല്ലെങ്കിൽ ഒരു ഖലീഫയാകുമ്പോൾ എന്തെങ്കിലും ഒരു വാളോ ഒരു തോക്കോ ഒന്നുമില്ല. വളരെ ശാന്തമായിട്ട് ഉറങ്ങുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ട് അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, അത്ഭുതം! യഖാഫുഹു മുലൂകു ബനിൽ അസ്ഫർ. റോം ചക്രവർത്തിമാർക്ക് വിശേഷിപ്പിക്കുന്ന ഒരു വിശേഷണമാണ് ബനുൽ അസ്ഫർ. റോം ചക്രവർത്തിമാര് മുഴുവനും എത്ര സ്വാധീനമുണ്ട്, അവരൊക്കെ പേടിക്കുന്നു ഈ മനുഷ്യനെ. പക്ഷെ കാവൽക്കാരാരുമില്ലല്ലോ, ഒരാളുമില്ലല്ലോ അങ്ങേരെ പരിസരത്താരും. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, ഇപ്പോഴെങ്ങാനും ആരും നോക്കാനില്ലാത്ത ഈ സ്ഥലത്ത് വെച്ച് എല്ലാ രാജാക്കന്മാരും പേടിക്കുന്ന ഈ ഒരു മഹാമനീഷ്, രാജാക്കന്മാർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പേടിക്കുന്നത് ആയുധത്തിന്റെ പിൻബലം കൊണ്ടല്ല, സൈന്യത്തിന്റെ ആധിക്യം കൊണ്ടുമല്ല, നീതിയുടെ നിഷ്ഠ കൊണ്ട് മാത്രമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പേടി. നീതിക്കെതിരായി എന്തെങ്കിലും ഒരു സംസാരം, അത് കിസ്രയിൽ നിന്നാകട്ടെ, കൈസറിൽ നിന്നാകട്ടെ, നേഗസിയിൽ നിന്നാകട്ടെ, ഹെറോക്ലിയസിൽ നിന്നാകട്ടെ, ആരിൽ നിന്നാണെങ്കിലും ചോദിക്കാൻ സധൈര്യം മുന്നോട്ട് ചെല്ലും. ഒരു പേടിയും ആ വിഷയത്തിലില്ല. ആരോടും എഴുതി ചോദിക്കും. മറുപടി നേർക്ക് നേരെയല്ലെങ്കിൽ അതിനൊരു പ്രതിരോധം തീർക്കും. അതും സത്യത്തിൽ ആൾബലമോ കരുത്തിന്റെ പേരിലോ വംശനാശം ചെയ്യലല്ല, സത്യം സത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രാജാക്കന്മാർക്കും പേടിയാണ്, ഗവർണർമാർക്ക് മുഴുവനും ചിട്ടയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ ഭരിക്കുന്ന ഗവർണർമാർ മുഴുവനും കണ്ടാൽ ഫഖീറുമാരാണ്. ഒറ്റയടിക്ക് നമ്മൾ അവരെ വായിക്കും, അവര് പരമസാധുക്കളാണ്. എന്തേ അങ്ങനെ വരാനുള്ള കാരണം? ഖലീഫയുടെ നീതിയിൽ നിന്ന് പഠിച്ച് നാട്ടുകാർക്ക് വേണ്ടി അത്രയും സേവനം ചെയ്തു പോയി, സ്വന്തം കാര്യം മറന്നുപോയി. അപ്പോൾ അവർ ദാരിദ്ര്യത്തെ ഇഷ്ടപ്പെട്ടു. അവരെ മനസ്സിൽ അതുകൊണ്ടൊരു വിഷമവും വന്നില്ല. മാത്രമല്ല, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ മുഴുവനും നീതിയോടെ വർത്തിച്ചതുകൊണ്ട് സക്കാത്ത് സ്വീകരിക്കാൻ ആളില്ലാത്തൊരു സന്ദർഭം വന്നു ഹിജാസ് പ്രവിശ്യകളിൽ. നിങ്ങൾ നോക്ക്, എത്രമാത്രം വലിയ നീതിയാണ്. നമ്മളെ നാട്ടിൽ സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ മുഴുവനും സക്കാത്ത് കൊടുത്തിരിക്കുകയാണെങ്കിൽ എത്ര ശതമാനം ഒരു വിഷമങ്ങളൊക്കെ അകറ്റാൻ കഴിയും. അന്ന് സക്കാത്ത് സ്വീകരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് പല പ്രവിശ്യകളിൽ നിന്നും പൊതു ഖജനാവിലേക്ക് മദീനയുടെ കേന്ദ്രമാക്കിയിട്ട് സ്വത്ത് ഇങ്ങോട്ട് തിരിച്ചയച്ചപ്പോൾ ഖലീഫ കത്തെഴുതി ചോദിച്ചു, അവിടുത്തെ സ്വത്ത് എന്തിനാണ് ഇങ്ങോട്ട് അയക്കുന്നത്?
അവിടെ തന്നെ അത് സ്വീകരിക്കാൻ ദരിദ്രന്മാരും അഗതികളും കടക്കാരും അങ്ങനെ ദുർബലരായ 8-7 വിഭാഗങ്ങളിൽ ആരും ഇല്ലേ അവിടെ? എന്തിനാണ് ഇങ്ങോട്ട് കൊടുത്തയച്ചത്? അപ്പോൾ അവർ മറുപടി എഴുതുന്നത്, ഇവിടെ സക്കാത്തിന് അർഹതപ്പെട്ട ആരെയും കാണാനില്ല. എത്രമാത്രം വലിയ നീതിയാണ്! ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചുരുങ്ങിയ വർഷക്കാലം കൊണ്ട് സാധിച്ചെടുത്തത് ഏറ്റവും വലുത് നീതിയാണ്. ആ മഹാനുഭാവനെ എല്ലാ രാജാക്കന്മാരും പേടിക്കുന്നുണ്ടല്ലോ. ഈ തലയങ്ങെടുത്താൽ എനിക്ക് വലിയ സ്ഥാനം റോം രാജാവിന്റെ അടുക്കൽ കിട്ടുമെന്ന് ദൂതൻ ചിന്തിച്ചു. പറഞ്ഞിട്ടില്ല, മനസ്സിൽ വന്നിട്ടേ ഉള്ളൂ. ആ ചിന്ത മനസ്സിൽ വന്നപ്പോഴേക്ക് മരുഭൂമിയുടെ അന്തർഭാഗത്തു നിന്ന് പൂച്ചയെക്കാളും വലുപ്പമുള്ള, നായയുടെ വലുപ്പത്തോട് അത്ര എത്താത്ത ജീവികൾ കുരച്ചു ചാടി അദ്ദേഹത്തിന്റെ നേർക്ക്. ആകെ പേടിച്ചുപോയി. അല്ലാഹു നൽകുന്ന അംഗരക്ഷകർ നോക്കൂ സഹോദരങ്ങളെ. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മുസ്തഖീമായ മാർഗത്തിലാണോ? ഒന്നും പേടിക്കാനില്ല. ഭൂമിയുടെ ഉൾഭാഗത്തിൽ നിന്ന് വന്ന് കുറച്ചു ചാടിയ ജീവികളെ കണ്ടപ്പോ ഈ മനുഷ്യൻ ചൊല്ലിപ്പോയി, അശ്ഹദു അല്ലാ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ മഹത്വം വിശദീകരിച്ചിടത്ത് ഈ കറാമത്ത് എടുത്തു പറഞ്ഞത് കാണാം. സഹോദരങ്ങളെ, ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ലുന്നത് കേട്ട് ഉണർന്നുപോയി. നോക്കുമ്പോഴതാ അന്ന് വരെ മദീനയിൽ കാണാത്ത ജീവികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച മൊത്തം ജീവികളെ കണക്ക് അല്ലാഹുവിനല്ലാതെ ആർക്കും അറിയില്ലല്ലോ. ഭൂമിക്കടിയിൽ എത്ര ജീവജാലങ്ങളുണ്ട്? ഏതെങ്കിലും ഒരാൾ കണക്കെടുത്തി പറഞ്ഞു തന്നിട്ടുണ്ടോ? ഭൂമിയുടെ ഉപരിഭാഗത്ത് ഇത്ര കണക്കിനാണ് പ്രാണികൾ ആരെങ്കിലും കണക്കാക്കിയിട്ടുണ്ടോ? കാട്ടിൽ ഇത്തരത്തിലെ ജീവികളുള്ളൂ, ഇതിലപ്പുറം ഇനി മറ്റു ജീവികളുടെ വംശങ്ങളൊന്നുമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. അല്ലാഹു തആലാക്ക് മാത്രമുള്ള വലിയ അറിവല്ലേ. അവൻ പടച്ചവരെ മുഴുവനും അവൻ അറിയും. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. അലാ അറിയണേ, യഅലമു അല്ലാഹു അറിയും, മൻ ഖലഖ അവൻ സൃഷ്ടിച്ചവരെ മുഴുവനും കൃത്യമായി അല്ലാഹുവിനറിയും. അങ്ങനെ അറിയാനുള്ള കഴിവോ ഉണ്ടോ? ഉണ്ട്. വഹുവൽ ലത്തീഫ്, അല്ലാഹു ലത്തീഫാണ്. സൂക്ഷ്മമായി നഗ്നനേത്രം കൊണ്ട് കാണാത്തത്, ഉപകരണം വെച്ച് നോക്കിയാലും കാണാത്തത് അറിയുന്നവനാണ്. വഹുവൽ ലത്തീഫ്. എത്ര ഉപകരണം വെച്ചാലും കണ്ടുപിടിക്കാൻ കഴിയാത്ത രോഗങ്ങളില്ലേ സഹോദരങ്ങളെ? എത്ര നോക്കിയാലും കാണാത്ത തരത്തിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നില്ലേ? എത്ര നോക്കിയാലും എത്ര സൂക്ഷ്മമായി നിരീക്ഷണം നടത്തിയാലും കണ്ടെത്താത്ത എത്ര വസ്തുതകളുണ്ട്. അതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അൽ ഖബീർ. ആന്തരിക രഹസ്യങ്ങൾ മുഴുവനും അറിയുന്നവനാണ്. അപ്പൊ റബ്ബ് തആല വെച്ച ഒരു ശക്തി നോക്ക് നിങ്ങൾ. നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്ര വലിയ മഹത്തരമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്തേ ഈ ജീവികളൊക്കെ വരാനുള്ള കാരണം? അഫ്വൻ യാ അമീറൽ മുഅ്മിനീൻ, എന്നോട് പൊറുക്കണം, ഞാൻ നിങ്ങളുടെ തലയെടുത്താലോ എന്നൊന്ന് ആലോചിച്ചു പോയി. എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് അല്ലാഹു തആല നൽകുന്ന വലിയ പരിരക്ഷ അത് മുസ്തഖീമായ മാർഗത്തിലൂടെ നടന്നതുകൊണ്ടാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമൂ. അല്ലാഹുവാണ് റബ്ബെന്ന് അചഞ്ചലമായി വിശ്വസിക്കുകയും അതോടനുബന്ധിച്ച് വിശ്വസിക്കാൻ പറഞ്ഞതൊക്കെ വിശ്വസിക്കുകയും സുമ്മസ്തഖാമൂ, പിന്നെ മുസ്തഖീമായ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തവർ ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് യാതൊന്നും പേടിക്കാനില്ല. ഒരു ഘട്ടത്തിലും പേടിക്കാനില്ല. മൗത്തിന്റെ ഘട്ടത്തിലും പേടിക്കാനില്ല, ഖബറിലും പേടിക്കാനില്ല, പുനരുദ്ധാരണ ദിവസവും പേടിക്കാനില്ല, മഹ്ശറിലോ തീരെ പേടിക്കാനില്ല.
ആ മുസ്തഖീമായ മാർഗത്തിൽ ഉറച്ചു കിട്ടാനാണ് 17 പ്രാവശ്യം നിർബന്ധമായും ബാക്കി ഐച്ഛികമായും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. അതിന് 10 അടയാളങ്ങളുണ്ട്. അത് ഞാൻ എഴുതി കൂട്ടിയ അടയാളങ്ങളല്ല. വലിയ പണ്ഡിതനാണല്ലോ അബുൽ ലൈഥ് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവർകൾ പറയുന്നു, ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ നടക്കുന്നവർക്ക്, മുസ്തഖീമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് 10 അടയാളങ്ങളുണ്ട്. 10 ശ്രദ്ധാപൂർവം കേൾക്കാനും കൊണ്ടു നടക്കാനും അള്ളാഹു ഭാഗ്യം തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ 10 സൂക്ഷിക്കുന്ന ആൾക്ക് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. അതിലടങ്ങിയിട്ടുണ്ടൊക്കെ. ആ 10 ഒന്നാമതായി എണ്ണുന്നത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. പക്ഷെ ഇന്ന് മനുഷ്യ സമൂഹം മുഴുവനും വളരെ ലാഘവത്തോടെ കാണുന്നൊരു കാര്യം. ആൾക്കാരെ കണ്ണിൽ അത് ചെറുതാണ്, അതൊരു പ്രശ്നമല്ല, ഒരു വിഷയമല്ല. അത്രയും ശതമാനം കണക്കിനത് അധികരിച്ചിട്ടുണ്ട്. നിയന്ത്രിക്കുന്നവർ വളരെ കുറവ്. വളരെ കുറച്ചാളുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നൊരു വിഷയമാണ്. ശ്രദ്ധിച്ചാൽ വളരെ കൂടുതൽ നമുക്കും കഴിയും. ഈ വരുന്ന ഒരു മാസം നല്ലോണം നിയന്ത്രിച്ചാൽ ബാക്കിയുള്ള സന്ദർഭങ്ങളിലൊക്കെ കൂടുതൽ കഴിയും. വളരെ ഗൗരവമേറിയ ഒരു വിഷയം. അതാണ് മഹാനവർകൾ പറയുന്നത്. ഒന്നാമത്തത് ഹിഫ്ളുൽ ലിസാനി അനിൽ ഗീബ, നാവിനെ സൂക്ഷിക്കുക ഗീബത്തിൽ നിന്ന്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് കഴിവേറ്റി തരട്ടെ. ഗീബത്ത് പറയുന്ന ആൾക്ക് 10 ശിക്ഷകളുണ്ടെന്ന് മഹാന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഞാനത് സമയമുണ്ടെങ്കിൽ വായിക്കാം. വളരെ ഗൗരവതരമായ ഒന്നാണ് ഗീബത്ത്. വിശുദ്ധ ഇസ്ലാമിന്റെ ഹുക്മു പ്രകാരം ഗീബത്ത് പറയൽ അനുവദിക്കപ്പെടുന്ന മേഖലകളുണ്ട്. അത് പറയുമ്പോൾ ആൾക്കാർക്കൊരു സമാധാനം. പക്ഷെ അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. നിയ്യത്ത് നന്നാക്കിയിട്ടേ അത് പറയാവൂ, അല്ലെങ്കിൽ അതിനും ഹറാമിന്റെ കുറ്റുണ്ടാവും. ഉദാഹരണമായിട്ട് ഞാൻ എന്റെ മകനെ പഠിപ്പിക്കുന്ന ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ മോനോടൊന്ന് പറയണം, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒന്ന് പിറകിലാണ്. നല്ലോണം വായിക്കും, ഓതും, ഒക്കെ നല്ല ഹിഫ്ളൊക്കെ ഉണ്ട്. പക്ഷേ ബാപ്പയും അമ്മയും പറയുന്നത് അങ്ങനെ അങ്ങോട്ട് അനുസരിക്കാൻ ഒരു പ്രയാസം പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ അത് ക്ലിയർ ആകും. ഇത് സത്യത്തിൽ ഗീബത്താണ്. പക്ഷേ അത് പറയൽ ഹലാലാണ്. നിയ്യത്ത് നന്നാക്കിയിട്ടില്ലെങ്കിൽ ആ പറയുന്നത് കൊണ്ട് മകനൊരു പുരോഗതി, ദീനിയായ നന്മ കിട്ടണം എന്നല്ല ഉദ്ദേശം. അവൻ കൂട്ടുകാർക്കിടയിൽ ഒന്ന് വഷളാകണം, ഉസ്താദിന്റെ ഇടയിൽ ഒന്ന് ചെറുതാകണം, ഇങ്ങനെ വേറെന്തെങ്കിലും ലക്ഷ്യമാണോ നാ പറയുന്നത്, മറ്റുള്ള പറച്ചിൽ പോലെ തന്നെ കുറ്റമാണ്. അങ്ങനെ പലരെയും പറ്റി ആ ഒരു വിഷയം വരും. അതേ രൂപത്തിൽ തന്നെയാണ് നമ്മളോട് അന്വേഷണം നടത്തുമ്പോൾ നമ്മൾ പറയുന്നിടത്തും മസ്ലഹത്ത് കരുതിയിട്ട് മാത്രം പറയണം. ഒരു പുതിയാപ്പിളയെ പറ്റി നമ്മളോട് അന്വേഷിക്കുക, മസ്ലഹത്ത് ഉദ്ദേശിച്ച് മാത്രം പറയണം, നന്മ മാത്രം പറയണം, അല്ലെങ്കിൽ അത് കടുത്ത തെറ്റായി. അയാളുടെ പഴയകാല ജീവിതം, ഒരു കൗമാരപ്രായത്തിലുള്ള ജീവിതം, ഒരു വക്രതയും ഒരു കുസൃതിയും സ്വാഭാവികമായിട്ട് പലർക്കും വരാലോ. എല്ലാവരും മാസൂമിങ്ങളൊന്നും അല്ലല്ലോ. ഇപ്പൊ അയാള് എക്സ്ട്രാ ഡീസന്റ് ആണ്. ഏകദേശം ഒരു 17 വയസ്സ് മുതലൊന്നും അയാൾ അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളൊന്നും അല്ല. അതിനു മുമ്പ് കുറെ വിക്രസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരാൾ പറയാണ്, ആദ്യ അയാളെ ജീവിതം പറ്റ മോശം, ഇപ്പൊ നല്ലതാണ്. അത് ഗീബത്താണ്. ആദ്യത്തെ ജീവിതം അന്വേഷിച്ചിട്ടില്ല, ഇപ്പോഴുള്ളത് പറഞ്ഞാലും അയാളെ നമ്മുടെ കുട്ടികളെ കൊണ്ട്, നമ്മുടെ പെങ്ങളെ മോളെ കൊണ്ട് വിവാഹം അന്വേഷിക്കുന്നുണ്ട്. ആൾ ഉഷാറ, കുഴപ്പമൊന്നുമില്ല, പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ നിസ്കാരത്തിലും കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ ഉണ്ട്. അങ്ങനെയുള്ള ഒരു മോശത്തരപ്പെട്ട അവസ്ഥ ഒന്നും നമുക്കറിയില്ല. ആൾ ഉഷാറാണ്, നല്ലോണം ഖുർആൻ ഓതാനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനും തൊഴിലെടുക്കാനും ജോലി എടുക്കാനും കുടുംബം പാറ്റാനും ഒക്കെ കഴിയും. അങ്ങനെയുള്ള വിഷയങ്ങൾ പറഞ്ഞാൽ മതി. ഗതകാല ജീവിതം അവിടെ ഇടയ്ക്കൂടെ സൂചിപ്പിച്ചതാ പ്രശ്നമായത്. അത് ആവശ്യമില്ലായിരുന്നു. മുമ്പ് അയാൾ മോശമായിരുന്നു, അത് പറയണ്ട, ചോദിച്ചിട്ടില്ലല്ലോ. അത് അന്വേഷിച്ച് നോക്കുമ്പോ എല്ലാരും അങ്ങനെ ഉണ്ടാകൂലേ? പലപ്പോഴും പറയുന്ന ആളൊരു പക്ഷെ അങ്ങനെ ആവും.
അത് പറയേണ്ട ആവശ്യമില്ല. അവിടെ ആ നിയ്യത്ത് നന്നാക്കി പറയേണ്ട കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഒരു പ്രശ്നം ഉണ്ടാകൂല. വീക്ക്നെസ്സുകൾ അങ്ങനെ പൊറുക്കപ്പെട്ട രീതിയിൽ മാറ്റിയ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് പറയേണ്ടതില്ലല്ലോ. പിന്നെയും നമ്മളൊന്ന് ശൈത്താൻ ഏണി വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതങ്ങ് വിട്ടേക്കാം. അല്ലല്ലാ, അയാൾ നന്നാകട്ടെ എന്ന് കരുതിയാൽ മതിയല്ലോ. ഓരോരുത്തരും നന്നാകല്ലേ വേണ്ടത്, മോശമാകല്ലല്ലോ. അപ്പൊ ഈ നമ്മൾ പറച്ചില് തന്നെ പറയുമ്പോൾ തന്നെ മസ്ലഹത്ത് ഉദ്ദേശിച്ച് പറയണം. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ. നിരപരാധിയായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ അക്രമി സംഘം പിടികൂടാൻ വന്നിട്ടുണ്ട്. ആ മനുഷ്യനെ പറ്റി അന്വേഷിക്കുമ്പോൾ തീർത്തും അയാള് നിരപരാധിയാണ്. നിന്നോട് ചോദിക്കുമ്പോ നീ ഹക്കായ വർത്തമാനമാണ് പറയേണ്ടത്. പക്ഷേ ഹക്കായ വർത്തമാനം പറഞ്ഞാൽ നിന്നെ പിടികൂടി കൊണ്ടുപോകും അവര്. എന്നാൽ ആ പാവപ്പെട്ട മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സത്യത്തിൽ അയാളിൽ ഇല്ലാത്ത ഒരു വിഷയമാണ് നീ പറയുന്നതെങ്കിലും മസ്ലഹത്ത് ഉദ്ദേശിച്ച് വേണമെങ്കിൽ അത് പറയാം. സഹോദരങ്ങളെ, ഗീബത്ത് എന്ന് പറഞ്ഞതിന്റെ ഡെഫിനിഷൻ, ഗീബത്ത് പറയൽ നമ്മുടെ മതത്തിൽ ഒരൊറ്റ ആളെയും പറ്റൂല. ഫത്ഹുൽ മുഈനിൽ കണ്ടില്ലേ, അമുസ്ലിം സഹോദരനെ പോലും, ഇസ്ലാമിന്റെ വിശുദ്ധിയാണ്, ഒരമുസ്ലിമിനെ പോലും ഗീബത്ത് പറയാൻ പാടില്ല, പരദൂഷണം പറയാൻ പാടില്ല. പണ്ഡിതന്മാരെ പറ്റി പറയുമ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞത് കബീറത്താകും, ഡിഗ്രി കൂടും, വൻകുറ്റമാണ്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പണ്ഡിതൻ പൊരുത്തപ്പെട്ട് തന്നാലും തൗബ കൂടാതെ അല്ലാഹ് പൊറുക്കൂല. അതല്ലേ വൻകുറ്റം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഏതൊരു വിഷയത്തെ പറ്റിയും വൻകുറ്റം എന്ന് പറയുന്നുണ്ടോ അതിന്റെ പിന്നിലുള്ള വിവക്ഷ അതാണ്. അതൊരു ഇസ്തിഗ്ഫാർ കൊണ്ടോ വേറെ ഏതെങ്കിലും ദാനധർമ്മം കൊണ്ടോ, നിങ്ങൾ നന്നായി ഏതെങ്കിലും മജ്‌ലിസിൽ വെച്ച് പൊട്ടിക്കരഞ്ഞത് കൊണ്ടോ മാത്രം അത് തീരൂല. അതിന് തൗബ എന്ന് പറയുന്ന മഹത്തായ ആശയം സ്വീകരിക്കുക തന്നെ വേണം. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പരിശുദ്ധിയാണ് പറയുന്നത്. ഒരാളെ പറ്റിയും പറയാനേക്കാതെ, ഒരാളെ പറ്റിയും കേടായൊരു സംസാരം നടത്താൻ സന്ദർഭം കൊടുക്കാതെ സ്വഹാബിമാരെയും അവരുടെ ഭാര്യമാരെയും നബിപത്നിമാരെയും വല്ലാതെ ശുശ്രൂഷിച്ച് വളർത്തിയിട്ട് മുസ്തഖീമായ രീതിയിൽ അവരെ കൊണ്ട് നടന്ന ശൈലി ഹദീസിൽ ധാരാളം കാണാം. ഗീബത്തിന്റെ കടുപ്പം പറഞ്ഞാൽ ഒറ്റ ഹദീസ് തന്നെ മതിയല്ലോ. അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗീബത്ത്, മറ്റൊരാളെ പറ്റി കുറ്റം പറയൽ, അത് അശദ്ദു മിനസ് സിനാ, വ്യഭിചാരത്തെക്കാളും ഗൗരവമേറിയതാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യം? വേശ്യാവൃത്തി നടത്തിയ ഒരു മനുഷ്യൻ ഇസ്ലാമിക ദൃഷ്ടിയ അയാൾക്ക് ശിക്ഷ കിട്ടിയെന്ന് നിങ്ങൾ കരുതിക്കോളൂ. അങ്ങനെ ഉണ്ടായി, അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ കൊടുത്തു ഇസ്ലാമിക രാഷ്ട്രത്തില്. അതോടൊപ്പം അയാൾ തൗബയും ചെയ്തു. അല്ലാഹ് പുറത്തു കൊടുത്തേക്കാം, ആഖിറത്തിൽ ശിക്ഷയില്ലാതിരിക്കാം. അതേ സമയത്ത് വേശ്യാവൃത്തി നടത്തിയ മനുഷ്യനും ഖാലിസായ തൗബ ചെയ്തിട്ട് നിഷ്കളങ്കമായ നിലക്ക് അല്ലാഹു തആലയോട് പാപമുക്തിക്ക് വേണ്ടി കേണപേക്ഷിച്ചിട്ട് അല്ലാഹ് വിട്ടുകൊടുത്താൽ പിന്നെ അയാൾക്ക് ശിക്ഷിക്കൂല, അയാളെ ശിക്ഷിക്കപ്പെടൂല. അതേ സമയത്ത് ഗീബത്ത് ഒരാൾ പറഞ്ഞിട്ട്, പടച്ചോനെ, ഞാൻ പറഞ്ഞ ഗീബത്തൊക്കെ നീ പൊറുക്കണേ എന്ന് പറഞ്ഞാൽ മാത്രം അല്ലാഹ് പൊറുക്കൂല. ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ പൊരുത്തപ്പെട്ടു തരണം. ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ പൊരുത്തപ്പെട്ടു തരണം. അത് സ്വന്തം ബാപ്പാനെ പറ്റിയാണെങ്കിലും ഉമ്മാനെ പറ്റിയാണെങ്കിലും പറഞ്ഞാൽ അത് ഗീബത്താകൂലേ? ഗീബത്താകും. നേരത്തെ പറഞ്ഞ മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ ആകൂല.
ബാപ്പാനോടൊന്ന് ഉപദേശിക്കാൻ ബാപ്പ ഏറെ സ്നേഹിക്കുന്ന ഒരാളോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ ബാപ്പാക്ക് വലിയ മാറ്റം കാണാറുണ്ട്, അതുകൊണ്ട് ചെറിയൊരു പോരായ്മ, നിങ്ങൾ അതൊന്ന് ഉണർത്തി കൊടുക്കണം. ആ പോരായ്മ അയാളോട് പറഞ്ഞു, നിയ്യത്ത് നന്നാക്കിയിട്ടാണെങ്കിൽ നല്ല കൂലി കിട്ടും, അത് കാരണം ബാപ്പത് ഉപേക്ഷിച്ചാലോ നസീഹത്തിന്റെ വലിയ കൂലി കിട്ടും. അതേ സമയത്ത് അവിടെ നിയ്യത്ത് നന്നാക്കാതെ ബാപ്പാനെ വഷളാക്കാന്നൊരു ലക്ഷ്യം ഉള്ളിൽ വന്നോ, അത് ഹറാമായ ഗീബത്താണ്, തർക്കമില്ല. സുബ്ഹാനല്ലാഹ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഒരു പെണ്ണ് വന്നു. ആ പെണ്ണ് കുറച്ച് നീളം കൂടിയ പെണ്ണായിരുന്നു. സഹോദരിമാരെ, പലപ്പോഴും നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോ, മറ്റൊരാളെ വീട്ടിലേക്ക് പോകുമ്പോ, ഒരു സദസ്സിൽ പങ്കെടുക്കുമ്പോ, ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഗീബത്തിൽ നിന്ന് ഒഴിവാകുന്ന അവസ്ഥ വളരെ കുറവല്ലേ? ഒരു നല്ല വിഷയം കഴിഞ്ഞാലും അത് മുഴുവനും മറ്റൊരാളെ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് നമ്മൾ ചേർക്കുകയാണ്. മൊബൈലിൽ നമ്മൾ കൈനക്കുന്നതിനേക്കാളും സ്പീഡിലാണ് ഷെയർ ചെയ്യുന്നത്, അത്രയും പെട്ടെന്നാണ് പറഞ്ഞു തീർക്കുന്നത്. ഉദാഹരണമായി, നല്ല കർമ്മമല്ലേ ജമാഅത്ത്? ജമാഅത്ത് കഴിഞ്ഞിട്ട് രണ്ടാളിങ്ങനെ ഇറങ്ങുകയാണ്. ജമാഅത്ത് നിസ്കാരത്തിന്റെ ഫളീലത്ത് പറഞ്ഞാൽ തീർക്കാൻ കഴിയോ? ഇന്നും നാളെയും മറ്റന്നാളും ഒന്നും പറഞ്ഞാൽ തീർക്കാൻ കഴിയില്ല, അത്രമാത്രമുണ്ട് ജമാഅത്ത് നിസ്കാരത്തിന്റെ മഹത്വം പറയാൻ. ആ ജമാഅത്ത് സ്ത്രീകൾക്കുമുണ്ട് മഹത്വം, പുരുഷന്മാർക്കുമുണ്ട്. പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും കൂടുതൽ ബാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് വീട്ടിൽ സുന്നത്താണ്. ആ നിസ്കാരം കഴിഞ്ഞിങ്ങനെ വരുമ്പോ അതേ രണ്ടുപേര് സംസാരിക്കുന്നതിനിടക്ക് ദിശ മാറി മൂന്നാമത്തെ ഒരാളതാ ഇടയിൽ കടന്നു വരുന്നു. സുഖകരമല്ലാത്ത രീതിയിൽ മൂന്നാമത്തെ ആളെ പറ്റി സംസാരിക്കുന്നു. അയാൾക്ക് വെറുപ്പാകും കേട്ടാൽ അത്തരത്തിലൊരു സംസാരം. അയാളിലുള്ളത് തന്നെയാണ് ആ പറയുന്നത്, ഇല്ലെങ്കിൽ അത് കളവാണ്. എന്നെ പറ്റി ഒരാൾ സംസാരിക്കുമ്പോ എന്റെ മദ്ഹാണോ പറയുന്നത്? അവിടെ കുറ്റം രേഖപ്പെടുത്തപ്പെടൂല. കേട്ടാൽ എനിക്ക് വെറുപ്പാകുന്ന ഒരു സംസാരമാണോ പറയുന്നത്? എന്നാൽ അവിടെ ഗീബത്ത് രേഖപ്പെടുത്തപ്പെട്ടു പോയി. അത്ര മതി, വളരെ ചെറുതായാലും മതി, വളരെ ചെറിയ ഒരു പദമാണെങ്കിലും ശരി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്ന നീളമുള്ള പെണ്ണിനെ പറ്റി പുറത്തു പോകുന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, ഈ പെണ്ണ് നല്ല നീളമുണ്ടല്ലോ, ഈ പെണ്ണ് ഇത്തിരി നീളം കൂടുതലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ഇൽഫളീ, തുപ്പിക്കളയൂ ആയിഷ, തുപ്പിക്കളയൂ. തുപ്പിയപ്പോഴതാ ഒരു ചെറിയ ഇറച്ചി കഷ്ണമാണ് തുപ്പിപ്പോയത്. ശരിക്കും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാണുകയാണ്, ഒരു ചെറിയ ഇറച്ചിയുടെ കഷ്ണമാണ് തുപ്പിപ്പോയത്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, മാ ഖുൽതു ഇല്ലാ മാ ഫീഹാ, ഉള്ളതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദക്കർതി ഖുബ്ഹ മാ ഫീഹാ, ആ പെണ്ണിലുള്ള ഒരു വിഷയം മോശമായിട്ടല്ലേ പറഞ്ഞത്? നല്ല നിലക്കാണെങ്കിൽ ഇത് വരൂലല്ലോ, മോശമായിട്ട് എന്തിനാ പറഞ്ഞത്? അതുകൊണ്ട് അതിൽ നിന്ന് മടങ്ങണം, ആ പെണ്ണിനെ പൊരുത്തപ്പെടിക്കണം. ഇനി നിലക്കുള്ള സംസാരം പാടില്ല. ഒരാളും നബി തങ്ങൾ അടുത്ത് വന്നിട്ട് അയാൾ അങ്ങനെയാണ് ഓടുന്നത്, മറ്റാളിങ്ങനെ സ്ഥലം വിട്ട് ഒരാളെ പറ്റി അയാൾ ഇങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതിൽ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ആരും അങ്ങനെ പറയണ്ട എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ സ്വഭാവ ശുദ്ധീകരണത്തിൽ തങ്ങൾ നൽകിയ വലിയൊരു നിർദ്ദേശമാണ്. ഒരു വലിയ നേതാവാകുമ്പോ എത്രയെല്ലാം പോയി പറയണ്ടാകും, നമ്മളൊന്ന് കണക്കൂട്ടിയാണ്. ചില വിഷയങ്ങളൊക്കെ അവർ വന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയും, ഡേഞ്ചർ കേസ് പറയുമ്പോ പറയും, നിങ്ങൾ പ്രശ്നമാക്കണ്ട, അത് കുറച്ച് കഴിഞ്ഞാൽ നന്നായിക്കോളും, ശരിയായിക്കോളും. ഒരു സഹാബിനെ പറ്റി പരാതി വന്ന് പറഞ്ഞു നബിയെ, ആ സ്വഹാബി ഇടക്കിടക്ക് കളവ് നടത്തുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, അലൈസ ഹുവ യുസല്ലി, നിസ്കരിക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. നിസ്കരിക്കുന്ന ആളാണ്. എന്നാ നിങ്ങൾ പേടിക്കണ്ട, ഇന്ന സ്വലാത്തഹു സതൻഹാഹു, അദ്ദേഹത്തിന്റെ നിസ്കാരം ഈ വിഷയത്തിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തും, അതിൽ നിന്ന് പൂർണ്ണമായും അദ്ദേഹം മാറും. കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ,
ഇപ്പൊ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, ആള് നല്ല ഉഷാറാണ്. അപ്പൊ തങ്ങൾ ചോദിച്ചു, അലമ്മ ഖുല്ലക്കും, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ ഇന്ന സ്വലാത്തഹു സതൻഹാഹു, അദ്ദേഹത്തിന്റെ നിസ്കാരം ഈ കുറ്റകൃത്യത്തിൽ നിന്ന് തടയും, അദ്ദേഹത്തെ നന്നാക്കും. ഇത് വല്ല ശിക്ഷാമുറകളും കൊടുക്കണോ എന്ന അർത്ഥത്തിൽ വന്ന് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ അറിവില്ലാതെ ചെയ്ത ആ വിഷയത്തിൽ നിന്ന് അദ്ദേഹം മടങ്ങിയിട്ട് നന്നാകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചു. അങ്ങനെ ചില വിഷയങ്ങളൊക്കെ പോയി. അതല്ലാതെ ഓരോരുത്തരെ പറ്റിയും പറയുന്ന ആ കഥ അതവിടെ സ്വീകരിക്കൂല. നമ്മളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്ക്. നമ്മളൊരാളെ ട്രീറ്റ്മെന്റ് കാണാൻ വേണ്ടി പോയി, അയാൾക്ക് സഹായത്തിന് നമ്മൾ കൊടുക്കുന്നു 50,000 രൂപ. ഒരാൾ സ്വന്തമായി കൊടുക്കാണ്, വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ആ സന്തോഷത്തിൽ നമ്മൾ പങ്കിട്ടു തിരിച്ചു പോന്നു. തിരിച്ചു പോന്ന സന്ദർഭത്തിൽ ഇത്രയും നീ ചെയ്തില്ലേ എന്ന നിലയ്ക്ക് പിശാച് പറയും, കൂടുള്ള ആളോട് വേറെന്തെങ്കിലും നീ പറഞ്ഞേക്കൂന്ന്. അപ്പൊ നീ അവിടെ എത്തി നോക്കുമ്പോ നിന്നെക്കാളും പണമുള്ള ഒരാൾ ആ രോഗിയെ കാണാൻ വന്നിട്ടുണ്ട്. അയാളൊരു പക്ഷേ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും, അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ചിട്ടുണ്ടാകൂല, പിന്നെ കൊടുക്കാന്ന് കരുതിയിട്ടുണ്ടാകും. നല്ലത് കരുതിയാ മതിയല്ലോ. നീ കൊടുത്ത സ്ഥിതിക്ക് നീ പറഞ്ഞു അയാൾ ഒന്നും കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. നീ കൊടുത്ത 50,000 മുഴുവനും കൊടുക്കാത്ത ആളെ അക്കൗണ്ടിലേക്ക് നീങ്ങിപ്പോയി. എത്ര പെട്ടെന്നാണ് സഹോദരങ്ങളെ നീങ്ങിപ്പോയത്. ഒരു വരി മൊത്തം എഴുതിയാലുണ്ടോ ആ വാക്കില്ലല്ലോ, ഒരു മിനിറ്റ് നേരം പറഞ്ഞിട്ടില്ലല്ലോ. എത്ര ചെറിയ വാക്കുകൊണ്ടാണ് ഈ 50,000 മൊത്തം നീങ്ങിയത്. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. അതുകൊണ്ട് നന്നായി സൂക്ഷിക്കണം, നന്നായി കരുതണം. എല്ലാ വിഷയങ്ങളുടെയും അടിസ്ഥാനമാണിത്. അതുകൊണ്ടാണ് ഒരു സുദീർഘമായ ഹദീസ് കാണാം. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്നത വയുബാഇദുനി മിനന്നാർ. എനിക്കൊരു പ്രവൃത്തി പറഞ്ഞു തരണം, നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലെത്തുന്ന അമല് പറഞ്ഞു തരണം. അതാണ് വലിയ വിജയം. നരകം തൊടാതെ സ്വർഗത്തിലെത്താൻ കഴിയണം. അല്ലാഹ് ഭാഗ്യം തരട്ടെ, അല്ലാഹ് തൗഫീഖ് തരട്ടെ. അതല്ലേ നമ്മൾ സാധാരണ ഓതാറുള്ളത്, ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് ദൂരത്താക്കപ്പെട്ടു. നരകം അയാളെ തൊട്ടിട്ടില്ല, നരകത്തിന്റെ ചൂട് അയാൾ അനുഭവിച്ചിട്ടില്ല. നരകത്തിൽ ഒന്ന് ചെറിയ രൂപത്തിലൊന്ന് തൊട്ടിട്ടയാളെ കാലിന്റെ അടിഭാഗം പോലും ചൂടുകൊണ്ടിട്ടില്ല. അങ്ങനെ സ്വർഗത്തിൽ ഡയറക്റ്റായി പ്രവേശിക്കപ്പെട്ടു എങ്കിൽ അയാൾ വിജയിച്ചു. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ മരിക്കുന്ന നേരത്ത് അല്ലാഹു തൗഫീഖ് തരട്ടെ. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു മനുഷ്യൻ ചൊല്ലിയാൽ ദഖലൽ ജന്ന എന്ന് പറഞ്ഞ ഹദീസ് വിശദീകരിച്ച് മഹാന്മാര് പറഞ്ഞു, ഐ മഅൽ ഫായിസീൻ, വിജയിക്കുന്നവരെ കൂടെ സ്വർഗത്തിലെത്താൻ കഴിയും എന്ന് പറഞ്ഞാൽ നരകം തൊടാതെ സ്വർഗത്തിൽ പോകാൻ കഴിയും. അത് വലിയൊരു ഭാഗ്യം. മരിക്കുന്ന നേരത്തൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ള മനസ്സിന്റെ ഹിമ്മത്ത്, ഏറ്റവും കൂടുതൽ കരുത്ത് വേണ്ടത് മനസ്സിനാണ്, ഖൽബിനാണ്. അപ്പൊ ഹിമ്മത്ത് വേണ്ടത്. ഖൽബിന് നല്ല ഹിമ്മത്തുള്ള ആൾക്കാർ എത്രയോ ആൾക്കാർ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അവരെ പോലെ മരിച്ചാൽ മതിയായിരുന്നു എന്നാണ് നമ്മൾ ആഗ്രഹം. കലിമ ഉറക്കം 3 വട്ടം ചൊല്ലിയവരുണ്ട്. ഒരൊറ്റ വട്ടം ചൊല്ലിയ കലിമക്ക് 10-20 ആള് സാക്ഷിയായി, ആ വീട് സാക്ഷിയായി, അപ്പുറത്തെ മരങ്ങൾ സാക്ഷി, അതൊക്കെ സാക്ഷിയല്ലേ. ഉറക്ക കലിമ ചൊല്ലിയിട്ട് ഒരു പുഞ്ചിരി തൂകിയിട്ട് അവരങ്ങ് മരിച്ചു. എന്തൊരു സന്തോഷം. അവര് നരകം തൊടാതെ സ്വർഗത്തിലെത്തും. അതാണ് ദഖലൽ ജന്ന എന്ന ഹദീസ് വിശദീകരിച്ചപ്പോ മഅൽ ഫായിസീൻ, മുഅ്മിനീങ്ങളൊക്കെ സ്വർഗത്തിലെത്തൂലേ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ? അത് വിജയികളെ കൂടെ സ്വർഗത്തിലെത്താൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനം ചൊല്ലി കിട്ടുക എന്ന് പറഞ്ഞാല് ആളെ ജീവിതമൊക്കെ റെഡിയായി എന്നുള്ള റിസൾട്ടാണ്. ആള് ജീവിച്ചത് മുതലായി. അങ്ങനെ കുറെ ആൾക്കാർ നമ്മളിങ്ങനെ അനുഭവിക്കുമ്പോൾ അങ്ങനെ കാണാൻ പറ്റും. ദിക്ർ ചൊല്ലി ശീലമുള്ള ദാക്കിരീങ്ങൾക്ക് അങ്ങനെ വലിയൊരു പ്രത്യേകത ഉണ്ട്. അവരെ നാവിന് അല്ലാഹു തആല പച്ചപ്പ് മാറ്റിയിട്ടില്ലെങ്കിൽ
വേറെ ഒരു വിഷയം കൊണ്ടും നാവിന്റെ ആ ദിക്റിന്റെ പച്ച വലിസാനുക്ക് റത്തുബും ബി ദിക്റില്ല, ദിക്ർ കൊണ്ട് പച്ച പിടിച്ച ആ ഒരു പച്ച അത് മാറിയിട്ടില്ലെങ്കിൽ, ആ ഒരു മധുരം അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലുന്ന് പറയാൻ, അങ്ങനെ ചൊല്ലുന്ന കേട്ടു ദിനേന 10,000 ദിക്ർ ചൊല്ലുന്ന ഒരാൾ, ഒരു സാധാരണക്കാരൻ, ആലിമൊന്നുമല്ല, ഒരു സാധാരണ മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യനോടുള്ള ബഹുമാനം ദിനേന 10,000 ദിക്ർ. അതിലധികം ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, കാരണം അഫ്ളലു ദിക്ർ അതാണ്. അധികം ലാ ഇലാഹ സ്വലാത്തൊക്കെ ഉണ്ട്, കൂട്ടിയില്ല 10,000. ഈ 10,000 ദിക്ർ ചൊല്ലുന്ന ഈ മനുഷ്യൻ അവസാനം ഇങ്ങനെ ചെറിയൊരു അസ്വസ്ഥതൊക്കെ വന്ന് വല്ലാത്ത വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നല്ല ആശ്വാസം കിട്ടി, ഭക്ഷണമൊക്കെ കഴിച്ചു, നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചു. നല്ല വൃത്തിയുള്ള വസ്ത്രത്തിൽ അദ്ദേഹം വിശ്രമിക്കുമ്പോഴാണ് മരണം വരുന്നത്. അപ്പൊ എല്ലാരെയും അടുത്തേക്ക് വിളിച്ചുകൂട്ടി നല്ല സന്തോഷത്തോടുകൂടെ തന്നെ സലാം പറഞ്ഞു എല്ലാവരോടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 വട്ടം ഉറക്കെ ചൊല്ലി. അത് കണ്ടപ്പോ അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്നാലോചിച്ചു. അതെന്താണ്? അത് ആ ദിക്റിന്റെ മഹത്വമാണ്. 10,000 ദിക്ർ ഒരു ദിവസം ചൊല്ലാന്ന് പറഞ്ഞാൽ 10 ദിവസമാകുമ്പോ 1,00,000. അത് 100 ദിവസമാകുമ്പോ എത്രയായി? ഒരു വർഷമാകുമ്പോ എത്രയായി? നിങ്ങൾ നോക്ക് ദിക്റിന്റെ ഒരു മധുരം. അപ്പൊ ആളുകൾ പറഞ്ഞു, ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, ഇതിനാണ് ആ ദിക്റൊക്കെ കൂടി ചൊല്ലിയത്, ഇതിനാണ് ഇത്രയും കാലം ചൊല്ലിപ്പോന്ന ദിക്റുകൾക്കൊക്കെ ഉള്ള റിസൾട്ട് ആണ് ഇപ്പൊ കിട്ടിയത്. കേട്ടില്ലേ നിങ്ങൾ? 3 പ്രാവശ്യം ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര സന്തോഷത്തോടെ ചൊല്ലിയത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.